ഇപ്പോൾ പുറത്തിറങ്ങിയ മലയാള സിനിമ മാർക്കോ എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് ടെലഗ്രാമിൽ പ്രചരണത്തിൽ തുടങ്ങിയിരിക്കുന്നു, ടെലഗ്രാമിൽ വന്നിരിക്കുന്നു എന്ന് വിവരം. അതനുസരിച്ചിട്ട് അതിനെതിരെ ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ സൈബർ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ്. മാർക്കോ എന്ന ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് പോലീസിന് പരാതി കൊടുത്തു. മാത്രമല്ല, ചിത്രത്തിൻ്റെ നായകനായി നിൽക്കുന്ന ഉണ്ണി മുകുന്ദൻ നേരിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി, സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിയേറ്ററുകളിൽ വളരെയധികം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ചിത്രമാണ് ഇത് മാർക്കോ എന്നത്. തീർച്ചയായിട്ടും ഒരു സിനിമയുടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വ്യാജ പതിപ്പുകൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ടെലഗ്രാം പോലുള്ള സ്ഥാപനത്തിലോ വരുന്നത് എന്തൊരു ഗതികേടാണ്, എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കുക. സിനിമ എന്താണോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ ഒരു സിനിമയുടെ പിന്നിലുള്ള അധ്വാനം അത് ഈ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നവർ കാണുന്നില്ല എന്നതാണ്. ഏറ്റവും വലിയൊരു ക്രൂരതയാണ്, ഏറ്റവും വലിയ ക്രിമിനൽ നടപടിയാണ് ഈ സിനിമാ പതിപ്പുകൾ, വ്യാജ പതിപ്പുകൾ ഇങ്ങനെ ഇടുന്നതും ടെലഗ്രാം പോലുള്ള സ്ഥാപനങ്ങളിൽ ഇടുന്നതും അത് കാണുന്നത് പോലും ഒരു ക്രൂരതയാണെന്നാണ്. കാരണം വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടന്ന് അതിനെ തിരക്കഥ എഴുതി എത്രയോ കോടികൾ മുടക്കി ഷൂട്ട് ചെയ്ത് അതിൻ്റെ പിന്നിൽ ഒരു നൂറുകണക്കിന് പേർ ജോലി ചെയ്ത് അധ്വാനിച്ച് അത്തരത്തിൽ ഓരോ രാത്രിയും പകലും ഇരുന്ന് വർക്ക് ചെയ്ത് സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഒരു സിനിമ എന്നത്. ഒരുപക്ഷെ മാർക്കോയൊക്കെ ഒരു വർഷം കൊണ്ടൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്തതായിരിക്കാം, എനിക്കറിയില്ല. അതിൻ്റെ അണിയറ പ്രവർത്തകരെ കുറിച്ചൊന്നും എനിക്ക് അത്ര ഇല്ല, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും വായിക്കാറൊന്നുമില്ല. സിനിമയുടെ അണിയറ എങ്ങനെയായിരുന്നു അതിനെ കുറിച്ച് സിനിമ കാണാറുണ്ട്. സിനിമ നല്ലതെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയെങ്കിൽ ചീത്തയെന്ന് പറയും. അത് എൻ്റെ ഒരു പതിവാണ്, ഞാൻ അങ്ങനെ കാണാറുണ്ട്. മാർക്കോ എന്ന സിനിമയെക്കുറിച്ചും എനിക്ക് ഒരുപാട് എതിരഭിപ്രായമുണ്ട്. മാർക്കോ സിനിമ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സഹിക്കാൻ വയ്യാതെ ഇരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത, മനുഷ്യന്റെ ഈ ദൃഷ്ടിയിൽ കൂടി നമ്മുടെ സെൻസിൽ കയറുന്ന ചില സംഗതികളുണ്ട്. ആ സംഗതികൾ നമ്മുടെ തലച്ചോറിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ തിയേറ്ററിലെ സ്ക്രീനിൽ കാണിച്ചാൽ അത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. മാർക്കോ സിനിമയെക്കുറിച്ച് ഞാൻ പറയുമ്പോഴും അതിൻ്റെ വ്യാജ പതിപ്പുകൾ പുറത്തു വന്നതിനെ അതിശക്തമായി എതിർക്കുമ്പോഴും അത് അങ്ങനെ ചെയ്തവരാരാണെങ്കിലും അവർക്കെതിരെ അവരെ കണ്ടെത്തുകയും അവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും അവരെ ജയിലിലിടണമെന്ന് അഭിപ്രായപ്പെടുകയും ഞാൻ ചെയ്യുമ്പോൾ മാർക്കോ എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് അത്ര നല്ല അഭിപ്രായമില്ല. ഒരു വയലൻസ് കാണിക്കാൻ വേണ്ടി വയലൻസ് കാണിക്കുക, ഗർഭസ്ഥ ശിശുവിനെ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീയുടെ വേദന അനുഭവിച്ചിടക്കുന്ന സ്ത്രീയുടെ വയറിൽ തള്ളി ബലം പ്രയോഗിച്ച് പ്രസവിപ്പിച്ചിട്ട് കൊലക്കത്തി കൊണ്ട് പൊക്കിൾ കൊടി അറക്കുന്ന ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. അതുപോലെ പെൺകുട്ടികളെ തൂക്കിക്കൊല്ലുന്ന രംഗമുണ്ട്. അതുപോലെ പ്രസവം എടുക്കാൻ വന്ന ഒന്നും അറിഞ്ഞുകൂടാത്ത സിസ്റ്റർമാരെ കഴുത്തിൽ കത്തിയിറക്കി കൊല്ലുന്ന രംഗങ്ങളുണ്ട്. ഇങ്ങനെ ചോര കൊണ്ട് കളിക്കുന്ന ഒരു വൃത്തികെട്ട സിനിമ, ഞാൻ ആ വാക്കേ പറയൂ, ഒരു വൃത്തികെട്ട സിനിമയാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാർക്കോ എന്നത്. എന്തായാലും ആ സിനിമയെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാനല്ല ഞാൻ വന്നത്. പക്ഷെ സിനിമയുടെ വ്യാജ പതിപ്പ് വന്നവർക്കെതിരെ മാതൃകാപരമായി തന്നെ നടപടിയെടുക്കണം. എന്തായാലും പ്രൊഡ്യൂസർ പരാതി കൊടുത്തിട്ടുണ്ട്, ഉണ്ണി മുകുന്ദൻ നേരിട്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ പോലീസ് അതിൻ്റെ ഏത് അക്കൗണ്ടിൽ കൂടിയാണ് ഈ വ്യാജ പതിപ്പ് പുറത്ത് വന്നതെന്നുള്ള വിവരങ്ങളും ഈ പ്രൊഡ്യൂസറും ഉണ്ണി മുകുന്ദനും ഒക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പോലീസ് അന്വേഷിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്വേഷിക്കുക തന്നെ വേണം, ഈവന്മാരെ കണ്ടെത്തണം. ഈ സിനിമ ടെലിഗ്രാമിൽ ഇട്ടവരെ കൃത്യമായിട്ടും കണ്ടെത്തുകയും ശിക്ഷിക്കുകയും വേണം. പക്ഷേ അവസാനമായിട്ട് ഒരു അഭ്യർത്ഥന, മാർക്കോ പോലൊരു സിനിമ ദയവായി മലയാളത്തിൽ സൃഷ്ടിക്കപ്പെടരുത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.